മെയിൻലി നമ്മളെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽസ്, ഫുഡ് ഹാബിറ്റ്സ്, ഇത് രണ്ടും തന്നെയാണ് കാരണം. ഇത് കാരണം നമുക്ക് ഈ വണ്ണം കുറയ്ക്കാനായിട്ട് നിരവധി ആൾക്കാർ പല കാര്യങ്ങളും അന്വേഷിക്കുന്നു. ആയുർവേദത്തിൽ എന്താണ് നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ? ആയുർവേദത്തിൽ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മുടെ ബോഡിയിൽ കിലോ അല്ലെങ്കിൽ ഭാരം കുറയ്ക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല വരുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള ദോഷങ്ങളുണ്ട്. ആയുർവേദ പ്രകാരം ത്രിദോഷങ്ങളുണ്ട്, വാതപിത്ത കഫദോഷങ്ങളുണ്ട്. അപ്പോൾ ഈ ദോഷങ്ങളുടെ ഇംബാലൻസിനെ നമുക്ക് കറക്റ്റ് ചെയ്യണം. അതുവഴി നമുക്ക് ബോഡി മൈൻഡ് രണ്ടിൻ്റെ ഇക്വിലിബ്രിയം നമുക്ക് കൊണ്ടുവരണം. അങ്ങനെ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മീഡിയത്തിൽ കൂടെ വേണം നമുക്ക് ആയുർവേദത്തിൽ വെയിറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ വെയിറ്റ് ലോസ് എന്നൊരു കൺസെപ്റ്റ് വരുന്നത്. നമുക്കിതിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യാൻ പറ്റുന്നത്? ട്രീറ്റ്മെൻറ്റ്സിന് മുമ്പേ നമുക്ക് അതിൻ്റെ റീസൺ ഒന്നറിയാം. മെയിൻലി നമ്മളെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽസ്, ഫുഡ് ഹാബിറ്റ്സ്, ഇത് രണ്ടും തന്നെയാണ് കാരണം. ഇത് കാരണം നമുക്ക് മെറ്റബോളിസം കുറയുന്നു. അതുവഴി നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡൈജഷൻ കിട്ടുന്നില്ല. ഇതുവഴി നമ്മുടെ ബോഡിയിൽ ഫാറ്റ് അക്യുമുലേഷൻ സംഭവിക്കുന്നു. അതുവഴി വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നു. പിന്നെ ജനറ്റിക്കായിട്ടും ഇതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ആയുർവേദത്തിൽ മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ നേരത്തെ പറഞ്ഞ ദോഷങ്ങൾ, ആ ദോഷത്തിൻ്റെ ബാലൻസിങ് ആണ്. ട്രീറ്റ്മെൻറ്റ്സിലോട്ട് വരുമ്പോൾ നമുക്ക് പുറമേ ഉള്ള പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യണം. അതുപോലെ തന്നെ ഉള്ളിൽ മെഡിസിനും കൂടെ എടുക്കണം. എങ്കിലേ അതിനൊരു ഫാസ്റ്റ് എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. പുറമേ നമുക്ക് ഉദ്വർത്തനം പോലുള്ള ചികിത്സ ചെയ്യാം, അതായത് ചൂർണ്ണങ്ങൾ കൊണ്ടുള്ള മസാജാണ്. ഇതുവഴി നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതിനോടൊപ്പം തന്നെ ഫാറ്റ് ഡെപ്പോസിഷൻ നല്ല രീതിയിൽ കുറയുകയും ചെയ്യും. പിന്നെ ഇനി നെക്സ്റ്റ് വരുന്നത് പഞ്ചകർമ്മ തെറാപ്പിയായി മെഡിക്കേറ്റഡ് എനിമ, വസ്തി പോലുള്ളവ ചെയ്യുന്നത് നമ്മുടെ ടോക്സിൻസിനെല്ലാം റിമൂവ് ചെയ്യും. ഈ ട്രീറ്റ്മെൻറ്റ്സിന് മാത്രമല്ല നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനും ഇതിനൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മളെടുക്കുന്ന ഫുഡായാലും എക്സസൈസ് ആയാലും നമ്മുടെ ആക്ടിവിറ്റീസ്, അതൊക്കെ ഇതിന് നല്ലൊരു പങ്ക് വഹിക്കുന്നതാണ്. നമ്മുടെ ഫുഡ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇച്ചിരി പെട്ടെന്ന് ദഹിക്കുന്നത് ഉഷ്ണമായിട്ടുള്ള ഫുഡ്, അതായത് മില്ലറ്റ്, ബാർലി പോലുള്ള ഫുഡ് എടുക്കാം. നല്ല ചൂടോട് കൂടിയുള്ള വെള്ളം കുടിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അവോയ്ഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മളെ ബോഡിയിൽ നമുക്ക് പ്രോട്ടീൻ, മിനറൽസ്, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതൊരു ബാലൻസ്ഡ് ഡയറ്റായിട്ടാണ് നമുക്ക് ആവശ്യം. അപ്പം ഓരോ വ്യക്തിയുടെ ആക്ടിവിറ്റീസ് വ്യത്യാസമുണ്ട്. ഓരോരുത്തരുടെ ജോലി വ്യത്യാസമാണ്. അതനുസരിച്ചായിരിക്കും അവർക്ക് ഇൻടേക്ക് എടുക്കുന്ന ഫുഡ് അത്രയും ദഹിച്ചു പോകണം, അത്രയും അതൊന്ന് ഡൈജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഫുഡ് വേണം അവർക്ക് ഇൻടേക്കായിട്ട് വേണം. ഫുഡിനോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ടതാണ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി ഒരു 45 minutes to 1 hour നമുക്കൊരു ഡെയിലി ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് സൂര്യ നമസ്കാരം പോലുള്ള യോഗാസനങ്ങൾ ചെയ്യാം. പിന്നെ കപാലഭാതി പോലുള്ള പ്രാണായാമങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ പ്രാണായാമമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മെറ്റബോളിസമൊക്കെ ഒന്ന് കൂട്ടാൻ സഹായിക്കും. ശരീരഭാരം കുറയ്ക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ടൈം എടുക്കും. ഇത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് കേട്ടിട്ടില്ല. അതുപോലെ നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ എടുക്കുന്ന ഫുഡായാലും നമ്മൾ ചെയ്യുന്ന എക്സസൈസ് ആയാലും ബോഡി അത് അക്സെപ്റ്റ് ചെയ്ത് വരണം. നമുക്ക് വിഗറസ് ആയിട്ട് ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഫുഡ് നമുക്ക് സഡനായിട്ട് നമുക്ക് അങ്ങ് ഒരു സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു അവോയ്ഡ് അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഗ്രാജുവലി നമുക്ക് ഫുഡിൽ നമുക്ക് കൺട്രോൾ കൊണ്ടുവരാം. അതുപോലെ എക്സസൈസ് നമുക്ക് ചെയ്തു വരാം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബോഡി അത് നല്ല രീതിയിൽ ബാധിക്കും. നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. ഈവൻ ഡെത്ത് വരെ നമുക്ക് സംഭവിക്കാം. സോ നമ്മൾ റിസൾട്ടിൻ്റെ പിറകെ പോകേണ്ട കാര്യമില്ല. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ്, എക്സസൈസ്, ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് റിസൾട്ട് ഉണ്ടാകും.